സ്റ്റാർ മാജിക് 7 വർഷമായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം അല്ലേ, അപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണ്ടേ? ഒരു ബ്രേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ ഇതുപോലെ ബൈറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യുന്നു, തിരിച്ചു ആണോ? അങ്ങനെ ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചേച്ചി പറഞ്ഞു ഞങ്ങളൊരു ബ്രേക്കാണ്. ബ്രേക്ക്, നമ്മളൊരു ബ്രേക്ക് എടുത്തു. 7 വർഷമായിട്ട് അതിൽ നിൽക്കുകയല്ലേ, അപ്പോൾ പുതിയൊരു പ്രോഗ്രാമായിട്ടൊക്കെ വരും. പുതിയ പ്രോഗ്രാമാണോ? അല്ല, വരും. ബ്രേക്ക് എടുത്തതിന് ശേഷം വരും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദുരൂഹതയോ? എന്ത് ദുരൂഹത? ചേട്ടൻ അനാവശ്യത്തിന് പറയരുത്. ദുരൂഹതയൊന്നുമില്ല, നമുക്കറിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന വെച്ചാൽ ഈ നമ്മുടെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പേരാണ് വിളിച്ചതെന്നറിയോ? വിളിക്കാത്ത ആൾക്കാർ കൂടി വിളിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം നിർത്തിയോ, അയ്യോ ഇതെന്ത് പറ്റി, പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മീഡിയക്കാരാണെങ്കിലും ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന് നെഗറ്റീവായിട്ട് കുറേ പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു, കളിയാക്കിക്കൊണ്ട് നിർത്തിയല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിന് ഇത്രയും കുറച്ചും കൂടി എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് തന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഹൈപ്പ് ഉണ്ടാക്കി തന്നല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം നിർത്തിയതിനെ പറ്റി. അപ്പോഴൊക്കെ ഇത്രയും നാളും സംസാരിക്കാത്ത, അതായത് ഇതിനെപ്പറ്റി പറയാത്ത ടീംസ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വിചാരിക്കുകയാണ്, നമ്മുടെ പ്രോഗ്രാം ഇത്രയ്ക്ക് അടിപൊളി ആയിരുന്നല്ലേ എന്ന്. ആയിരുന്നു, പക്ഷെ എന്നാലും സന്തോഷം. നമ്മളെന്തായാലും പിന്നെ ഒത്തിരി പേര്, പിന്നെ 7 വർഷം ആ പ്രോഗ്രാം പോകണമെങ്കിൽ നല്ലൊരു പ്രോഗ്രാം അല്ലേ. നെഗറ്റീവ് കാണും, അത് അറിയാമല്ലോ. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഈ പ്രോഗ്രാമിൽ നിന്ന് കാണുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെ അവർക്കിപ്പോൾ സന്തോഷമായിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുക, നമുക്കങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ പുതിയൊരു പ്രോഗ്രാമായിട്ട് ഉടൻ വരും. പ്രതീക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്, പ്രോഗ്രാമായിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വരട്ടെ. എൻ്റെ വിശേഷങ്ങൾ എന്താ, ഇങ്ങനെ പോകുന്നു. സുരഭി സുഹാസിനി. പിന്നെ അത് കുഴപ്പമില്ല എന്തായാലും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ ഫാമിലി അല്ലേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ സുരഭി സുഹാസിനി പോകുന്നു. അബി മഹി എന്ന് പറഞ്ഞ വെബ് സീരീസ് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞാനിപ്പോൾ അടിമാലിയിലാണുള്ളത്. അടിമാലിയിൽ കിങ് ആൻഡ് ക്യൂവിൻ്റെ ഫാൻസി സ്റ്റോറിൻ്റെ, ലേഡീസിൻ്റെ ഫാൻസി സ്റ്റോറിൻ്റെ ഇനാഗുറേഷന് വന്നതാണ്. ഞാൻ മാത്രമല്ല, ബിനു ചേട്ടനും ബിനു അടിമാലി ചേട്ടനും പിന്നെ നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി ഉണ്ട്. അപ്പോൾ ബിൻചേട്ടൻ്റെ നാട്ടിൽ ഇങ്ങനൊരു ഇനാഗുറേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു. ഒത്തിരി സന്തോഷം. ഫസ്റ്റ് ടൈമാണ് അടിമാലിയിൽ വരുന്നത്. എന്തായാലും സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലായി. നന്നായിട്ട് ഇനാഗുറേഷനെ കഴിഞ്ഞു. പിന്നെ ഇതൊരു ജെൻസിൻ്റെ ഷോപ്പാണ്. അത് ബിൻചേട്ടൻ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇനാഗുറേഷൻ നടത്തി. പിന്നെന്താ, ഹാപ്പിയാണ്.